ഇന്നലെ എനിക്ക് കരുനാഗപ്പള്ളി ജുമാ കഴിഞ്ഞ് ഞാൻ പോയത് വെങ്ങോല എന്ന് പറയുന്ന പെരുമ്പാവൂർ ദേശത്തുള്ളൊരു സ്ഥലത്താണ്. അവിടെ നൗഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന ഒരു ഉപ്പ, അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്. അദ്ദേഹം പറയുന്നു, ഉസ്താദ്, ഈ നൗഷാദിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയും മരണപ്പെട്ടതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉപ്പല്ലേ? ഞാൻ ഉമ്മാടെ ഉപ്പയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു. ഉമ്മ ക്യാൻസർ മുഖേന മരണപ്പെട്ടു, ഉപ്പ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ, പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പം ഉമ്മയുടെ ഉപ്പയാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്. 84 വയസ്സുള്ള അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി ഒരു ഖത്ത് ഓതിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഉസ്താദ് മകൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ചിന്തിക്കണം നമ്മൾ. ഞാനൊരു ഖത്ത് ഓതിയിട്ടുണ്ട്, എൻ്റെ മകൾക്ക് വേണ്ടി ദുആ ഇറക്കണേ. അള്ളാഹു നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും ഒക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ചിന്തിക്കണം സഹോദരങ്ങളെ, എപ്പോഴാണ് നമുക്ക് മരണം വരിക? ഏത് സെക്കൻഡിലാണ്? ആരെയാണ് ആദ്യം പിടിച്ചുകൊണ്ട് പോവുക? ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഒരു ഖത്ത് ഓതിയിരിക്കുകയാണ്. 84-കാരനായി അദ്ദേഹം പറയാൻ, ആ മകൾക്ക് വേണ്ടി ഉസ്താദ് ഒന്ന് ദുആ ഇറക്കണം. ചിന്തിക്കും നമ്മൾ നമ്മുടെ വാപ്പ മരണപ്പെട്ടു പോയി, വർഷം 10ആയി, ഇന്നുവരെ ഒരു കുൽഹു അല്ലാഹ് ശരിക്കും ഓതിയിട്ടുണ്ടോ? മരിച്ച ദിവസം ഓതിയിട്ടുണ്ടോ? ജീവിച്ചിരുന്ന സമയത്ത് പോലും ഉപ്പയോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഒരു ഫാത്തിഹ ഓതി ദുആ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. ഉപ്പ മരിച്ച ദിവസവും ഉസ്താദുമാർ ദുആ ഇറക്കുമ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് സെൽഫി എടുക്കുന്ന കോലത്തിലായിരിക്കും നമ്മൾ നിൽക്കുക. ദുആ ഇറക്കാൻ വന്ന ഉസ്താദിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുക. അതാണ് നമ്മുടെ പരിപാടി. ഇന്നിപ്പോൾ സമൂഹം അങ്ങനെ മാറി. അപ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ദുആ നമ്മൾ നൽകുന്നില്ല. എവിടെ എത്തിപ്പോയി നമ്മൾ? ചിന്തിക്കണം സഹോദരങ്ങളെ, നമുക്കാകെ കിട്ടുന്നത് ഇതൊക്കെ ഉള്ളൂ. ഈ മക്കള് അവരെ സ്നേഹിച്ചതിന്റെ പേരിൽ കിട്ടുന്നത്. നാളെ ഇന്ന ആള് മരണപ്പെട്ടു, ഈ ഉസ്താദൊക്കെ ഇതിന്റെ പിന്നിൽ ഇറങ്ങിത്തിരിച്ചതെന്തിനാണ്? അവരുടെ ഉപ്പയൊക്കെ ഇതിന്റെ പിന്നിൽ ഇറങ്ങിത്തിരിച്ചതെന്തിനാ? ഒന്നുമല്ല, ഈ മക്കളുടെ പ്രാർത്ഥന കിട്ടാൻ. നാളെ മരിച്ചു മണ്ണോട് ചേരുമ്പോൾ കബറിൽ കിടക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, എനിക്ക് സഹായകമായി വർത്തിച്ച നാട്ടുകാർ, കുടുംബക്കാർ, അവർക്ക് വേണ്ടി അവരറിയുമ്പോൾ, ഈ നാട്ടിലുള്ളവർ മരണപ്പെടുമ്പോൾ അവരുടെ വീട്ടിൽ വന്നിട്ടൊരു ഫാത്തിഹ വിളിച്ചൊരു ദുആ, കുറച്ചു നേരം ഖുർആൻ ഓതുന്നു, ഒരു യാസീൻ ഓതുന്നു, കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടമല്ലേ? കാരണം ഈ മക്കളുടെ ഓതൽ ശരിക്കും ഓതാനറിയുന്ന മക്കളല്ലേ? തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച് നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന മക്കളല്ലേ? നമ്മുടെ മക്കൾക്ക് ഒരു ഫാത്തിഹ നല്ലതുപോലെ ഓതാൻ അറിയുമോ? നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? കഞ്ചാവുമായിട്ട് നടക്കല്ലേ, പെണ്ണ് പിടിച്ച് നടക്കല്ലേ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ അവസ്ഥ. അവരുടെയൊക്കെ ബാഗിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ അറിയാം, പല രീതിയിലുള്ളതാകുന്ന ക്യാമറകൾ കിട്ടും, പാൻപരാഗ് കിട്ടും, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ കിട്ടും. മക്കളുടെയൊക്കെ ബാഗിലൊക്കെ അത്തരത്തിൽ മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ, വാപ്പ അറിയാതെ ഉമ്മ അറിയാതെ ഇതിൻ്റെയൊക്കെ കൃഷിയിൽ ഏർപ്പെടുന്നതാകുന്ന മക്കളാണ്. നഊദുബില്ലാ. കൊച്ചുകുട്ടികൾ 9-ലും 10-ലും +2 ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആ മക്കളുമൊക്കെ ദീനിന്റെ മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. 10-ൽ തോറ്റു കഴിയുമ്പോൾ മദ്രസ വിട്ടേക്കാം, ഹിഫ്ദിന് വിട്ടേക്കാം. അപ്പൊ എന്താ? ഓന് ബുദ്ധിയില്ലാത്തതിനെ പിന്നെ ഹിഫ്ദിന് വിട്ടേക്കാം. അങ്ങനെ നമ്മൾ നിയ്യത്ത് ചെയ്യരുത്. അങ്ങനെയാണ് ഇന്ന് വരുന്നത്. പൊതുവെ ഉള്ളൊരു അവസ്ഥ തന്നെ. മാറ്റം വരണം. നമ്മൾ 10ാം ക്ലാസ് തോറ്റു കഴിയുമ്പോൾ 7ാം ക്ലാസ്സൊക്കെ തോറ്റ്, സ്കൂളിൽ തോറ്റ് തൊപ്പിയിട്ട് ഭയങ്കര അലമ്പ്, വീട്ടിൽ ഉമ്മാക്ക് ഭയങ്കര ഇടങ്ങേറ്, വാപ്പായ കുത്തുവാള എടുപ്പിക്കുക. അങ്ങനെയുള്ളവരും വരാം. അന്നെ ഓതാൻ വിടുകയാണ്. ഇനിയിപ്പോൾ നീ നിയ്യത്ത് ചെയ്തോ, ഓതാൻ വിട്ട് എവിടെ ശരിയാവും? 3ന്റെ അന്ന് ഉസ്താദിന്റെ പോകത്തിരിക്കുന്ന പൈസ അടിച്ചുകൊണ്ട് ഹൈവാൻ പോയി. പിന്നെ അങ്ങനെ ശരിയാവും? അങ്ങനെയുള്ളതിനല്ല നമ്മൾ നല്ല പഠിക്കുന്ന നല്ല വിദ്യാർത്ഥികളെ, ബുദ്ധിയുള്ള, നമ്മുടെ ഇപ്പം കണ്ട സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ നല്ല മക്കളെ വിടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനിത് പറയുന്നത് എന്തിനാ? നമുക്ക് നല്ല ബുദ്ധിയുള്ള മക്കളുണ്ട്. അവരിൽ ഒരാളെ നമ്മൾ ഹിഫ്ദിന് വേണ്ടി പറഞ്ഞു വിടട്ടെ. ഒരുത്തന് ഹാഫിദ് ആലിമാകട്ടെ, ഒരുത്തൻ എഞ്ചിനീയറിംഗ് വെക്കോട്ടെ, ഒരുത്തൻ ഡോക്ടർ ആയിക്കോട്ടെ. എല്ലാ മേഖലയും വേണം. ഒരു വീട്ടിൽ തന്നെ എല്ലാം ഉണ്ട്. വാപ്പ സുഖയിലടക്കുമ്പോൾ അടുത്തിരുന്നിട്ട് ഖത്ത് ഓതാൻ ഒരുത്തൻ ഇത് വെച്ചിട്ട് കുത്താൻ നോക്കാൻ, വാപ്പായെ നോക്കാൻ. ഒരുത്ത മാപ്പാക്ക് വീട് പണിയാൻ, എഞ്ചിനീയർ, എല്ലാം ഉണ്ട്. എല്ലാ പരിപാടിയും ഒരു വീട്ടിൽ തന്നെ ആയിക്കോട്ടെ. അതൊക്കെ വേണം. അത് വേണ്ടാന്നല്ല, എല്ലാവരും ഇതിന്റെ മാർക്ക് അങ്ങനെ വേണ്ട. എല്ലാവർക്കും ദീൻ കൊടുക്കണം. മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമായി കൊടുക്കണം, മതബോധം കൊടുക്കണം, മതനിഷ്ഠ കൊടുക്കണം. ആ കുടുംബത്തെ തർബീത്ത് ചെയ്യാൻ ഒരു മകനെയെങ്കിലും ഈ കാലഘട്ടത്തിൽ നിർബന്ധമായി ഹാഫിളും ആലിമുമായി നമ്മൾ പറഞ്ഞു വിടണം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കൊടുക്കണം, ഭൗതികം കൊടുക്കാമല്ലോ. അതിനുള്ള സാമ്പത്തിക ശേഷി നമുക്കുണ്ട്, കഴിവുണ്ട്. അതിനുള്ള മേഖലകൾ ഇന്ന് ധാരാളമുണ്ട്, സൗകര്യങ്ങളുണ്ട്. അത് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ അവന് പേഴ്സണലായിട്ട് പോയിട്ട് എഴുതാൻ പറ്റുന്ന രീതിക്ക്, പരീക്ഷ പോയി എഴുതുന്ന രീതിക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം.
ഇതൊക്കെ പ്രൈവറ്റായി പരീക്ഷ എഴുതുക, എന്നിട്ട് കുട്ടി അതിൽ വിജയം കണ്ടെത്തോളും. നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി വേണം. അള്ളാഹു മക്കളെ കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, സഹോദരങ്ങളോട്, ഈ സ്ഥാപനത്തിൻ്റെ അഭീതകാംക്ഷികളോട്, ഇതിന് ചുറ്റുവട്ടം നിൽക്കുന്നതായ വീട്ടുകാരോട്, നാട്ടുകാരോട് നിങ്ങൾ നൽകിയ സ്നേഹം കാരണമായി അതിലെ 6 കുട്ടികൾ പരിശുദ്ധ ഖുർആൻ പഠിച്ച് അള്ളാഹിന്റെ കലാം പഠിച്ച് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് ചോദിച്ചപ്പോൾ നബി കൊടുത്ത മറുപടി വിശുദ്ധ ഖുർആൻ ഓതലാണ്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തികൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ നബി കൊടുത്ത മറുപടി ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ വിട്ടിട്ടുള്ള ഒരു കളി പാടില്ല. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കൈപ്പുസ്തകമാണ്. പക്ഷെ നമ്മൾ വളരെ അകന്നുപോയി. എൻ്റെ മുന്നിലിരിക്കുന്ന എത്രയോ ആളുകൾ ഇപ്പോൾ ഹൃദയം പൊടിയുന്നുണ്ടാവും. ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊട്ടിട്ട് മാസങ്ങൾ, വർഷങ്ങൾ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആനിൽ നിന്ന് എത്രയോ അകലുന്നോ അത്രയും നമുക്ക് ഈമാൻ കുറയുന്നു എന്നുള്ളതാണ്. ഖുർആൻ ഓതണം, അപ്പോഴേ നമ്മുടെ ഹൃദയം സാഫാവുള്ളൂ, തെളിയുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്നെ പ്രിയപ്പെട്ട അനുയായികളെ കഴുതപ്പുറത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് കാണുകയാണ്. കഴുതപ്പുറത്തിരുന്നുകൊണ്ട് വർത്താനം പറയാ, ദുന്യവിയായ സംസാരം. ഖുർആനും ആയത്തോ ഹദീസോ ഒന്നുമല്ല, ദുന്യവിയായ സംസാരം അങ്ങനെ സംസാരിക്കാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അവരോടായി പറയുകയാണ്, ഇർകബൂഹാ സാലിമാ വദഊഹാ സാലിമാ വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും റബ്ബ മർകൂബിൻ ഖൈറും മിൻ റാകിബിഹാ വഅക്സറു ദിക്റൻ ലില്ലാഹി മിൻഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കഴുതപ്പുറന്നിരുന്നുകൊണ്ട് ദുന്യവിയായ സംസാരം സംസാരിച്ച അനുയായികളോട്, സ്വഹാബത്തിനോട് മുത്തുനബി പറയുകയാണ്, ഇർകബൂഹാ സാലിമ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ മാന്യമായി അതിന്റെ മുകളിൽ കയറിയിരുന്ന് വർത്തമാനം പറയാതെ മാന്യമായി യാത്ര ചെയ്യണേ. വദഊഹാ സാലിമ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ വെറുതെ വിടണേ, അതിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് സംസാരിക്കരുതേ. വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും, നിങ്ങളുടെ സംസാരത്തിലുള്ള കസേരകളായി അതിന്റെ മുതുകുകളെ നിങ്ങൾ ആക്കരുതേ. നിങ്ങൾ അതിന്റെ മുതുകത്ത് കയറിയിരുന്നിട്ട് ഇങ്ങനെ കഥ പറയാ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതിപ്പോ അന്ന് കഴുതയാണ്, ഇന്നിപ്പോ കുതിരയാണ്, ഇന്നിപ്പോ വാഹനം മാറി. ഇന്ന് കാറുള്ളവരുണ്ടാകും, ബൈക്കുള്ളവരുണ്ടാകും. ആവശ്യമില്ലാതെ അതിനകത്ത് കയറിയിരുന്നിട്ട് ഇങ്ങനെ സൊറ പറയാ. ഇന്നിപ്പോ നമ്മളെന്താ ദുന്യവിയ സംസാരമൊന്നുമില്ല. എല്ലാവരും നല്ല അറ്റൻഷൻ ആയിട്ടിരുന്നിട്ട് സിനിമാ പാട്ടിട്ടേക്കുക, മുക്കാപ്പില ഉള്ള പരിപാടി. പാട്ട് എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. ദുന്യവിയായ സംസാരം നമ്മൾ സംസാരം. വേറെ ആൾക്കാർ സംസാരിക്കുക, ഡിസ്കോ പാട്ടൊക്കെ തുള്ളി പോകാൻ പരിപാടി അല്ലേ? നമ്മൾ സംസാരിക്കുന്നില്ല ഉസ്താദെ, വേറെ ആൾക്കാർ സ്പീക്കർ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സിനിമാ പാട്ട് കേട്ട് പോവാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പാടില്ല. വാഹനത്തിൽ കയറുന്നവരുണ്ടോ ദുന്യവിയായ സംസാരം കുറയ്ക്കണേ. ഇർകബൂഹാ സാലിമാ വദഊഹാ സാലിമാ, വാഹനത്തിന്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് സംസാരിച്ച അനുയായി വൃന്ദത്തോട് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ആവശ്യമില്ലാത്ത സംസാരം സംസാരിച്ചു കൊണ്ടിരിക്കരുത്. ഒന്നുകിൽ നിങ്ങൾ മാന്യമായി യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വെറുതെ വിട്ടേക്കുക. അതിന്റെ മുകളിൽ നിങ്ങൾ ഇറങ്ങുക, എന്നിട്ട് അതിനെ വെറുതെ വിട്ടേക്ക്. നിങ്ങളുടെ സംസാരത്തിനുള്ള കസേരകളായി അതിനെ നിങ്ങൾ മാറ്റരുത്. സയ്യിദുനാ റസൂലുള്ളാഹി. അതിന്റെ മുകളിൽ കയറിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സൊറ പറയാം, ഭയങ്കര കഥയൊക്കെ പറയാം. എന്താ കാരണം? നബി തങ്ങൾ പറഞ്ഞ അടുത്ത വാക്ക് അതാണ് ശ്രദ്ധിക്കേണ്ടത്. എത്രയെത്ര വാഹനങ്ങളാണ് ആ വാഹനത്തിന്റെ പുറത്ത് കയറിയവരെക്കാൾ ഉത്തമരാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. വാഹനത്തിൽ കയറിയത് നാട്ടിലെ വലിയ ആലിമായിരിക്കാം, വലിയ വ്യക്തിയായിരിക്കാം. പക്ഷെ ആവശ്യമില്ലാത്ത സംസാരം, ദുന്യവിയായ സംസാരം പാടില്ല എന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ നിർത്തണേ എന്നൊക്കെ പറയാം. അതൊക്കെ ദുന്യവിയായ സംസാരമാണ്. മിണ്ടായിരുന്നു കഴിഞ്ഞാൽ വണ്ടി വിട്ടങ്ങ് പോകും. മേക്കോണും കഴിഞ്ഞിട്ട് ഹലോ വിട്ടു ജാസ് വണ്ടി വിട്ടങ്ങ് പോകും.
പറഞ്ഞില്ലേ പോയില്ലേ. ദുനിയാവി സംസാരം ആവശ്യത്തിന് സംസാരിക്കുക, അത് പറ്റൂ. ഇത് ചുമ്മാ വണ്ടിക്കകത്തോടെ കയറിയ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മളിപ്പോൾ ബസ്സിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും കാണാൻ ചെല്ലും, ഹലോ അവിടെ എത്തി ഭയങ്കര ഒച്ചയും ബഹളം. ഇങ്ങനെ തിലക്കിലായിരിക്കും ഓനിരിക്കുന്നത്. ഫ്രണ്ടിരിക്കുന്ന നമ്മൾ അവൻ്റെ ഹിസ്റ്ററി മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. ഓൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഓൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, സംഭവങ്ങൾ, ഓൻ്റെ മൈക്കിൻ്റെ വാട്സ് സംഭവങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. കാരണം അവൻ്റെ ഫുൾ ഹിസ്റ്ററി വിവരിക്കുന്ന രീതിയിലായിരുന്നു ഫോൺ വിളിക്കുക. എത്ര ആളുകളുണ്ട് ട്രെയിനിലില്ലേ, സഹോദരിമാരടക്കയില്ലേ, മുസ്ലിം സഹോദരിമാരടക്കയില്ലേ. മുസ്ലിമീങ്ങളെയാണ് നമ്മൾ ദീൻ പഠിപ്പിക്കുന്നത്, അവരല്ലേ പഠിക്കേണ്ടത്, അവരല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇത് നല്ല മഫ്തയൊക്കെ ഇട്ട നല്ല പെണ്ണുങ്ങൾ, സ്ത്രീകൾ, അവർ തന്നെ ട്രെയിനിലിരിക്കാൻ കയറി നിന്നിട്ട് അങ്ങനെ വർത്തമാനമാണ്, കാമുകന്മാരായിട്ട് ഭയങ്കര വർത്തമാനം. അത് IMOയിലൂടെ വിളിച്ചിട്ട് ഭയങ്കര ചാറ്റിങ്. തൊട്ടിപ്പുറത്ത് ഉസ്താദുമാരുണ്ട്. ഒന്നും അതിൻ്റെ രാത്രി 12 മണിക്ക് 1 മണിക്കുള്ള സമയത്തായി പറയുന്നത്, അല്ലാതെ പകലുള്ള കാര്യമല്ല. തൊട്ടപ്പുറത്തെ ബർത്തിൽ ആലിമീങ്ങളുണ്ടാകും, ഉസ്താദുമാരുണ്ട്, സയ്യിദുമാരുണ്ടാകും, മുത്തല്ലിമീങ്ങളുണ്ടാകും, നാട്ടുകാരുണ്ടാകും, പാവപ്പെട്ടവരുണ്ടാകും, അന്യമതത്തിൽപ്പെട്ടവരുണ്ടാകും. ഒന്നും പ്രശ്നമല്ല. ഇവളിങ്ങനെ ഇതിങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഭയങ്കര വർത്താനമാണ്. ഇടയ്ക്ക് നമ്മളിങ്ങനെ നോക്കും, ഒന്ന് മിണ്ടാതിരിക്കുന്ന കൊള്ളായിരുന്നുള്ള ശൈലി. അതുകൊണ്ട് നമ്മൾ അതിനേക്കാൾ വലിയ നോട്ടം നോക്കും. അതോടെ പിന്നെ നമ്മൾ പിന്നെ പത്തി മടക്കും. ഇതാണ് അവസ്ഥ. ആരും പറയലുമില്ല. മുമ്പൊക്കെ AC കോച്ചിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒന്നും ആരും ഉണ്ടാവൂല, വളരെ തുച്ഛമായ ആളുകളായിരിക്കും അതിനുള്ളിൽ കയറിയിട്ട്. അതിലുള്ളവരൊക്കെ എക്സിക്യൂട്ടീവ് ആൾക്കാരായിരിക്കും. ഇന്നിപ്പോൾ AC കോച്ചിലോട്ട് കയറി നോക്കിയേ, തീർന്ന് അല്ലാഹത്ത്. അതിനകത്ത് തന്നെ ഈ ഫോൺ വിളിയും ബഹളവും ഇതൊക്കെ നടത്തുന്നത് നമ്മുടെ ആളുകളാണ് കൂടുതലും. ബോധമില്ലാത്ത രീതിയിൽ അന്യമതക്കാരായ ആളുകൾ പോലും അവരിങ്ങനെ ശ്രദ്ധിക്കുക, എന്താണ് ഇപ്പം ഈ വച്ചേമ്പള്ളി, ഈ മേത്തന്മാരെ കൊണ്ട് ഇവരെ കൊണ്ട് പ്രശ്നമായല്ലോ എന്നുള്ള രീതി. എന്തിനാണ് നബിതങ്ങൾ പഠിപ്പിച്ചതാണിത്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇർക്കബൂഹാ സാലിമ, ഒന്നില്ലെങ്കിൽ നീ മാന്യമായി യാത്ര ചെയ്യ്, വദഊഹാ സാലിമ, ഇല്ലെങ്കിൽ ഒഴിവാക്ക്. ഇനി ഒരുത്തനുമായിട്ട് പ്രശ്നമാണ്, നിനക്ക് ഫോൺ വിളിക്കുമ്പോൾ അവനെ ചിലപ്പോൾ വർത്തമാനം കൂടുതൽ പറയേണ്ടി വരും. എന്നാൽ അവനോട് പറയാ, ഞാൻ യാത്രയിലാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ബന്ധപ്പെടാം, ഞാനൊരു അരമണിക്കൂർ കഴിയട്ടെ. അങ്ങനെയാണ് വേണ്ടത്. കാരണം മറ്റുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. ഇത് സ്വന്തം വാഹനത്തിൽ ഇരുന്നിട്ട് പോലും മുത്തുനബി പറയുന്നു, പാടില്ല പാടില്ല, ആ വാഹനത്തിന്റെ മുകളിൽ കയറിന്നുകൊണ്ട് സംസാരിക്കരുതേ, നിങ്ങൾ സംസാരിക്കരുതേ. വലാ തത്തഖിദൂഹാ കറാസിയ ലിഅഹാദീസികും റബ്ബമ റകൂബിൻ ഖൈറും മിൻ റാകിബിഹാ വഅക്സറു ദിക്റൻ ലില്ലാഹി മിൻഹു. വാഹനത്തിൽ കയറിയവനേക്കാൾ വാഹനമായിരിക്കും കൂടുതൽ അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം കുതിരയാകട്ടെ കഴുതയാകട്ടെ, ഏത് വാഹനത്തിന്റെ മുകളിലിരുന്നാണെങ്കിലും അനാവശ്യം സംസാരങ്ങൾ ഒഴിവാക്കണേ, ദുന്യവിയായ സംസാരങ്ങൾ ഒഴിവാക്കണേ. കാരണം നമ്മളെക്കാൾ ദിക്ർ ചൊല്ലുന്നത് അല്ലാഹുവിലേക്ക് ഈ വാഹനങ്ങളാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതിന്റെ നാവുകൾ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറുന്നുണ്ട് അങ്ങനെ വർത്തമാനം തന്നെ. ചില ആളുകൾ അങ്ങനെയാണ്, വാഹനത്തിൽ കയറിയാൽ പിന്നെ ചിലർ വാഹനത്തിൽ കൂട്ടും. എന്തിനാന്ന് പറഞ്ഞാൽ ഓനുണ്ടെങ്കിൽ പിന്നെ അള്ളാഹത്ത് പിന്നെ ഉറക്കം വരൂല. നേരം വെളുക്കുന്നതിന് വരെ കാസർഗോഡ് അവനെയും കൊണ്ടുപോകും. അതുകൊണ്ട് അവനെ പിടിച്ച് കയറ്റി, ഉറക്കമൊന്നും ഉണ്ടാവില്ല, അവനെ പിടിച്ച് കയറ്റിയിട്ടുണ്ടാവും. കാരണം നേരം വെളുക്കുന്നതിന് വരെ ഉറങ്ങാതെ ഡ്രൈവർ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ നല്ല റാഹത്താണ്. ചില കാണുന്നതിനെ പറ്റിയൊക്കെ ഇവന് അഭിപ്രായമുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിച്ചോണം, ആവശ്യമില്ലായ ദുന്യവിയായ സംസാരം കേൾക്കാനും നിൽക്കണ്ട, പറയാനും നിൽക്കണ്ട. രണ്ടും ബുദ്ധിമുട്ടാണ്. ഒരാൾ കൂടുതൽ പറയാണ്, അത് നമ്മൾ കേട്ടുകൊടുക്കാൻ ഫനായും ബസാദാണ്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവന്റെ അടുക്കലേക്ക് 5 മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. അതിൽ രണ്ടാമത്തെ മലക്ക് വന്നുകൊണ്ട് അവനോട് ചോദിക്കുന്നത് ആദം, ആദമിന്റെ പൊന്നുമോനെ ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ. നീ നല്ല വാക്ചാതുര്യമുള്ള വ്യക്തിയായിരുന്നല്ലോ, ഒരുപാട് സംസാരിക്കുന്നവനായിരുന്നല്ലോ. വമാ അസ്കതഹുൽ, നിന്റെ നാവിനെ ഇന്ന് അശക്തമാക്കിയതെന്താണ്? നാവിനെ ഇന്ന് ചലിപ്പിക്കാൻ പറ്റാത്തതെന്താണ്? ദുനിയാവിൽ ഒരുപാട് മോശത്തരം സംസാരിച്ചവനായിരിക്കാം, ദുനിയാവിൽ ഒരുപാട് സംസാരങ്ങൾ നടത്തിയവനായിരിക്കാം, ജനങ്ങളെ താറടിച്ചുകൊണ്ട് ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് ചീത്ത വിളിച്ചവനായിരിക്കാം, അയൽവാസികളോട് വൈകുന്നേര സമയങ്ങളിൽ എപ്പോഴും കയറി
എടുത്തുകൊണ്ട് സംസാരിച്ചവനായിരിക്കാം. ഇതാ നിന്റെ അവസാന സമയത്തേക്ക് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തി നിൽക്കുന്ന സമയത്ത് നിന്റെ അടുക്കലേക്ക് മലക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ നിന്റെ നാവിന് എന്ത് പറ്റിയടാ? നിന്റെ നാവിനെ ശക്തമാക്കിയതെന്താണ്? നാവിനെ ചലിപ്പിക്കാൻ പറ്റാത്തത് എന്താണ്? നിന്നോട് മലക്ക് ചോദിക്കുമേ, മറുപടി കൊടുക്കാൻ മേക്കോണിലുള്ള സഹോദര സഹോദരിമാർക്ക് കഴിയുമോ? എനിക്ക് കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? ഒന്ന് ചിന്തിക്കണേ. ആ സമയം അവസാനത്തെ സമയമാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ടൈമാണ്. എത്രയോ യാത്രകൾ നീ ചെയ്തവനാണ്, എത്രയോ യാത്രകൾ പ്രവാസ ലോകത്തേക്ക് പോയവനാണ്, എത്രയോ പ്രാവശ്യം ടൗണിൽ പോയവനാണ്. അപ്പോഴൊക്കെ നിന്റെ ചിന്ത, നിന്റെ മനസ്സിലുള്ളത്, എനിക്ക് തിരിച്ചു വരാൻ സാധിക്കും, എൻ്റെ ഭാര്യയോടൊപ്പം കഴിയാൻ സാധിക്കും, എൻ്റെ മക്കളോടൊപ്പം നിലകൊള്ളാൻ സാധിക്കും. ഏത് പ്രവാസി എന്നോണം മനസ്സിൻ്റെ അകത്തളങ്ങളിലുള്ള ചിന്ത ഇതാണ്. പക്ഷെ അവസാന ശ്വാസം നിലയ്ക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുകയില്ല, ഇനി ഒരിക്കലും മടക്കമില്ല, ഇനി ഒരു തിരിച്ചു വരവില്ല, ഇനി ഒരു തിരിച്ചു വരവ് ഭാര്യയിലേക്കില്ല, ഇനി ഒരു തിരിച്ചു വരവ് ഭർത്താവിലേക്കില്ല. വീടിന്റെ അകത്തളങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട ഉപ്പ വരുമെന്ന് കാത്തുകൊണ്ട് കിൻഡർ ജോയ് കൊണ്ടുവരണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മക്കളോട് ഇനി തിരിച്ചു വരവിന്റെ വർത്തമാനം പറയാനില്ല. ലൈസ് വാങ്ങിക്കണേ എന്ന് പറഞ്ഞ ഇളയ മകളോട് ഇനി തിരിച്ചു വരവിന്റെ വർത്തമാനം പറയാനില്ല. അവസാന ശ്വാസം നിലയ്ക്കാൻ പോവുകയാണ്. ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി ഇവിടെ പറയാൻ പോവുകയാണ്. ആ സമയത്ത് മലക്ക് വന്നുകൊണ്ട് അവനോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സഹാബാ സഹാബാ, ആദമിന്റെ റൂഹ് അപ്പോൾ തൊണ്ടക്കുഴിയിലാ, അവസാന ശ്വാസത്തിൽ ഏങ്ങിക്കൊണ്ട് നിലകൊള്ളുന്ന വേളയിലാണ് അവനോട് മലക്ക് ചോദിക്കുന്നത്, ആദമിന്റെ പൊന്നുമോനെ, ആദമിന്റെ പൊന്നുമോനെ, ഐന ലിസാനുകൽ ഫസീഹ്, നിന്റെ വാക്ചാതുര്യമുള്ള നാവ് എവിടെ പോയടാ? എന്ത് പറ്റിയടാ നിനക്ക്? കൂട്ടുകാരനെ നീ ചീത്ത വിളിച്ചവനല്ലയോ? നാട്ടുകാരോട് നീ വഴക്കടിച്ചവനല്ലയോ? ഇന്ന് നിനക്കെന്ത് പറ്റി? അയൽവാസികൾ അരച്ചാട് സ്ഥലമൊന്ന് വിട്ടുതരണേ വഴിക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോ വഴക്കുണ്ടാക്കി കോടതി കേസ് കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങളാക്കി അതിന്റെ പിറകിൽ സമ്പത്ത് ചെലവഴിച്ചവനല്ലയോ? അവസാനം സ്ഥലത്തേക്കാൾ കൂടുതൽ പണം കേസിന് കൊടുത്താൽ പോലും അയൽവാസി ഒരിക്കലും സംതൃപ്തി അടയരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേസിന്റെ പുറകെ പോയി നടക്കുന്നവരല്ലയോ? അവസാന ശ്വാസം നിലക്കുന്ന സമയത്ത് അവനോട് മലക്ക് ചോദിക്കുന്നു, എന്ത് പറ്റിയടാ? നിന്റെ നാവ് നിനക്ക് ചലിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്ത് പറ്റിയടാ നിനക്ക്? എന്ത് പറ്റിയടാ നിനക്ക്? നിന്റെ നാവിനെ എന്ന് അശക്തമാക്കിയതെന്താണ്? അശക്തമാക്കിയതെന്താണ്? ദിക്ർ ചൊല്ലിയിട്ടില്ല, നമസ്കരിച്ചിട്ടില്ല, ഖുർആൻ ഓതിയിട്ടില്ല, സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആയുസ് തീർന്നു, ആയുസ് തീർന്നു. നമ്മുടെ അവസ്ഥ തന്നെ അത് തന്നെയല്ലേ? എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, എത്ര വയസ്സെത്തി? ഓരോരുത്തരും അവനവന്റെ വയസ്സൊന്നും എടുക്കുക. എത്ര വയസ്സ് ഓരോരുത്തർക്കും എത്തി? ഇനി എത്ര വയസ്സുണ്ട് മരണത്തിലേക്ക്? തീർച്ചപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് 60-70 വരെ ജീവിക്കുമെന്ന് പറയാൻ സാധിക്കുമോ? അള്ളാഹു നല്ല ഈമാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ചിന്തിക്കണം, നമ്മൾ ശാശ്വതത്വമുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ചിന്തിച്ച ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരാരും ഈ ലോകത്ത് നിലകൊണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണേ. കുറഞ്ഞ കാലഘട്ട ജീവിതമാണ് നമുക്കുള്ളത്. എപ്പോഴും നീ നാവ് കൊണ്ട് അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിക്കൂടണേ, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. ശ്രദ്ധിക്ക്. ഞാൻ നിർത്തും, വേഗം നിർത്തും, ഒരു 10-15 മിനിറ്റിനുള്ളിൽ നിർത്തും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യു ശൈഇൻ അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഏതാണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഏതാണ് നബിയേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഏതാണ്?
അയ്യു ശൈഇൻ അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണ്? പഠിക്കണ്ടേ? പഠിക്കണമെന്നുള്ള ഒരു കൈയുയർത്തിക്ക് നോക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പഠിച്ചിട്ട് കാര്യമില്ല, പിന്നെ അമൽ ചെയ്യാനാണ്. അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അമൽ ചെയ്യോ? ഇല്ലെന്നോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി അൽ ഹാലു വൽ മുർതഹീൽ. ഹാലും മുർതഹീലുമാണ്. മനസ്സിലായില്ലേ? അമീൻ മനസ്സിലായി. ഹാലും മുർതഹീലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു സ്വഹാബത്തിന്. അപ്പോൾ ഇത് സ്വഹാബത്തിന് ഒന്നും തിരിയാത്ത അവസ്ഥയാണ്. സ്വഹാബത്തിനോടാണ് പറയുന്നത്. അറബി നല്ലപോലെ അറിയാവർക്ക്. അവരോട് പറയാണ് ഹാലും മുർതഹീലുമാണ്. ഉടനെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീലു യാ റസൂലല്ലാഹ്. നബിയേ എന്താണ് ഈ ഹാലെന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിനെ പറ്റി പറയുകയാണ്. പഠിച്ചു വെക്കണേ സഹോദരാ, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. പാതിരാത്രി സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതലാണ്, ഖുർആനിന്റെ വഴികളിലേക്ക് തിരിയലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഖതമ ഖതമതാ ഇസ്തഗ്റഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർക്കലാണ്, അഥവാ ഖുർആൻ ഖത്മ തീർക്കലാണ്. വീണ്ടും പരിശുദ്ധമായ ഖുർആൻ തുടങ്ങി വെക്കലാണ്, വീണ്ടും ഖുർആൻ ഖത്മ തീർക്കലാണ്. അല്ലാഹുവിന്റെ കലാം പരിപൂർണമായി ഓതി തീർത്തുകൊണ്ടിരിക്കലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അതല്ലേ മേക്കോണിലുള്ള അൽ ഹസർ ഹിഫ്ളുൽ ഖുർആനിലെ പ്രിയപ്പെട്ട മക്കള് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഓതുകയല്ലയോ, ഖത്മ തീർക്കുകയല്ലയോ, ഖുർആൻ പഠിക്കുകയല്ലയോ, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരല്ലയോ. ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടരായ വ്യക്തികൾ ആരാണ് എന്നും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. നിങ്ങളിൽ ഏറ്റവും അത്യുത്കൃഷ്ടരാരെന്നറിയുമോ? എഞ്ചിനീയർ ആണെന്നല്ല നബി തങ്ങൾ പറഞ്ഞത്, MBBS ബിരുദധാരി എന്നല്ല പറഞ്ഞത്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ. മക്കളെ ഹിഫ്ളിന് വേണ്ടി പറഞ്ഞു വിട്ട രക്ഷിതാക്കളില്ലയോ? അൽ അസ്ഹർ കോളേജിനെ നെഞ്ചിലേറ്റിയവരില്ലയോ? ഈ സ്ഥാപനത്തെ വഴി നടത്താൻ വേണ്ടി നടത്തിയ പ്രിയപ്പെട്ട ഉസ്താദുമാരില്ലയോ? കഠിനാധ്വാനം ചെയ്ത സുഹൈൽ ഉസ്താദിന്റെ പിതാവടക്കമുള്ള ഈ നാട്ടിലെ അഭൂതകാംക്ഷികളില്ലയോ? സന്തോഷിക്കണേ, സന്തോഷിക്കണേ. കാരണം ഏറ്റവും വലിയ സൽക്രമം, ഏറ്റവും അത്യുത്തമരായ ആളുകൾ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. നിങ്ങൾ നിന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നവരാണ്, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഈ കലാലയം ഏത് കാലഘട്ടം വരെ നിലനിൽക്കുന്നുണ്ടോ, അതിനുവേണ്ടി ആരെല്ലാം സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ടോ, ആരെല്ലാം ശാരീരികമായി പിന്തുണ വെക്കുന്നവരുണ്ടോ, ആരെല്ലാം മാനസികമായി പിന്തുണ വെക്കുന്നവരുണ്ടോ, വല്ലാഹി സുമ്മ വല്ലാഹി ഖുർആനിന്റെ വക്താക്കളായി കബൂലാക്കപ്പെടുകയാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ആരൊരുവനെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ, ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടോ, ഖുർആൻ മനഃപാഠമാക്കിയിട്ടുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തലയിലേക്ക് സ്വർണത്തിന്റെ കിരീടം അല്ലാഹു നൽകുകയാണ്. വയുളഉ അലാ റഅസിഹി താജുൽ വഖാർ. ഗാംഭീര്യത്താലുള്ള ഒരു സ്വർണത്തിന്റെ കിരീടം സുബ്ഹാനല്ലാഹ് ആ മക്കളുടെ തലയിലേക്ക് അല്ലാഹു വെച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല. വയുളഉ അലാ റഅസിഹി താജുൽ വഖാർ.
ഗാംഭീര്യത്താലുള്ള കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളിന്റെ തലയിലേക്ക്, ഖുർആൻ ഓതുന്നവന്റെ തലയിലേക്ക്, ഖുർആൻ മനഃപ്പാഠമാക്കിയവന്റെ തലയിലേക്ക് അല്ലാഹു ധരിപ്പിക്കുകയാണ്. അതിന്റെ പ്രകാശത്തെ കുറിച്ച് മുത്തുനബി പറയുകയാണ്, 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യനേക്കാൾ പ്രകാശമുണ്ടത്രേ അതിന്റെ ചൂടിന്. അതിന്റെ ചൂടല്ല നബിതങ്ങൾ പറയുന്നത്, അതിന്റെ പ്രകാശമാണ്. അത് തലയിലേക്ക് ഇട്ടാൽ തണുപ്പാണ്, ശരീരത്തിന് കുളിർമയാണ്. എല്ലാവരും നോക്കി നിൽക്കുമത്രേ. മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് ധരിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, സർവരും വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോ ഹാഫിളീങ്ങളാകുന്ന മക്കളെ, 6 മക്കള് ഖുർആൻ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ല റസൂലുള്ളാഹി തന്നെ വാഗ്ദാനം ചെയ്തതാണ്, നാളെ മഹ്ശറയിൽ ചെന്ന് നിൽക്കുമ്പോ മക്കളെ വിളിക്കുമത്രേ. അവരെ പ്രത്യേകമായി അല്ലാഹു വിളിക്കുകയാണ്. അവരെ വിശുദ്ധമായ ഖുർആനിന്റെ ശാതുല തീരത്തേക്ക് പറഞ്ഞയച്ച രക്ഷിതാക്കളെ സന്തോഷിക്കണേ. കാരണം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളായി, കഴിഞ്ഞ 2 വർഷങ്ങളായി, കഴിഞ്ഞ വർഷങ്ങളായി ഖുർആനാണ് രാപകലില്ലാതെ. രാവിലെ സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, വിശുദ്ധ ഖുർആൻ ഓതുന്നു, ഭക്ഷണം നൽകുന്ന, അതിനുവേണ്ടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന, പാർപ്പിട സൗകര്യങ്ങൾക്ക് നൽകുന്നവർക്ക് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. സുബഹിയുടെ ബാങ്ക് ഒരു മുത്തഅല്ലിമ് തന്നെ വിളിക്കുന്നു. കൂട്ടമായി ഒരുമിച്ച് ചേർന്നുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കുന്നു. ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വ്യക്തി ഇമാമായി ഇന്നുകൊണ്ട് ഇമാമും ജമാഅത്തുമായി വിശുദ്ധമായ ഖുർആനിലെ വലിയ സൂക്തങ്ങൾ ഓതിക്കൊണ്ട് നമസ്കരിക്കുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ ഖുർആൻ, യാസീൻ സൂറത്തുകൾ, ഇദാവകാത്തികൾ, അർ-റഹ്മാൻ, സൂറത്തുൽ മുൽക്കടക്കം പാരായണം ചെയ്യുന്നു. തന്റെ നാട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, ബന്ധുമിത്രാദികൾക്ക്, അയൽവാസികൾക്ക്, ഈ ദീനിന്റെ മാർഗത്തിലേക്ക് തന്നെ തിരിച്ചുവിട്ട ഉസ്താദുമാർക്ക് എല്ലാവർക്കും വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. ശേഷം അവരുടെ പാഠങ്ങൾ കേൾപ്പിക്കുകയാണ്. പുതിയ പാഠം ചൊല്ലിക്കേൾപ്പിക്കുകയാണ്. 2 പേജ് 3 പേജ് മക്കൾ ഓതി കേൾപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അരമണിക്കൂർ കഴിയുമ്പോൾ പഴയ പാഠം, തലേ ദിവസം ഓതിക്കൊടുത്ത പാഠം വീണ്ടും ഓതിക്കൊടുക്കുകയാണ്. വീണ്ടും ഒരു ജുസ് കൂടി പഴയത് പഠിച്ചത് മുഴുവനും ഓതിക്കൊടുക്കുകയാണ്. മസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് വീണ്ടും അവർ പഠിക്കുകയാണ്. വീണ്ടും ഖുർആൻ ഓതുകയാണ്. മഗ്രിബ് കഴിഞ്ഞ് വീണ്ടും പുതിയ പാഠം പഠിക്കുകയാണ്. ഇശായ്ക്ക് ശേഷം ഹദ്ദാദ് ഓതുകയാണ്, ദിക്ർ ചൊല്ലുകയാണ്. 10-10:30 വരെ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുകയാണ്. 11 മണിക്ക് കിടക്കുന്നു, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു. ഈ സമയം അത്രയും പരിശുദ്ധമായ ഖുർആനിന്റെ നിദ്രയിലാണ്. മനസ്സ് മുഴുവനും അല്ലാഹുവിലേക്ക് ലയിപ്പിച്ച് അവന്റെ വാദം, അവന്റെ നാമങ്ങൾ ഉച്ചരിച്ച്, അവന്റേതാകുന്ന കലാമുകൾ ഓതി, അവന്റെ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് ഉറങ്ങുന്ന പ്രിയപ്പെട്ട മക്കൾ, 5 വഖത്തുകൾ കൃത്യമായി ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്ന മക്കള്, ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തുന്ന മക്കള്, വസ്ത്രത്തിൽ വെള്ളശുദ്ധി വരുത്തുന്ന മക്കള്, തലപ്പാവ് ധരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മക്കള്, അല്ലാഹുവിന്റെ മലായികത്തുകൾ എപ്പോഴും അവരുടെ ചിറക് വിരിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന മക്കള്, ഇതിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ അവസാനം എത്തിച്ചേരുക സ്വർഗത്തിലേക്കാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രിയപ്പെട്ട മക്കള്, മനസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്നാ. ആരൊരുവൻ ഇൽമിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചോ അതിന്റെ അവസാനം സ്വർഗമാണ്. അഥവാ ഇതിന്റെ ഇടയിൽ വെച്ച് മരിച്ചാലും അവന് സ്വർഗമാണ്. നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഇതിനേക്കാൾ വലിയ അറിവുണ്ടോ പ്രിയപ്പെട്ട ഉമ്മമാരെ? നമ്മൾ കൊടുക്കുന്ന സ്നേഹം വെറുതെയല്ല, നമ്മൾ കൊടുക്കുന്ന പണം വെറുതെയല്ല, നമ്മൾ നൽകുന്ന പണവും വെറുതെയല്ല, നമ്മൾ നൽകുന്ന സ്വതക്കുകൾ വെറുതെയല്ല, നമ്മൾ കൊടുക്കുന്ന സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റവും എല്ലാം നാളെ ആഖിറത്തിലേക്ക് മുതൽ കൂട്ടുന്നാകുന്നതാണ്. മക്കളെ വിളിക്കുകയാണ്, അതേ മക്കളെ അല്ലാഹു വിളിക്കുകയാണ്. അവരുടെ തലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർണ്ണത്താലുള്ള ഒരു കിരീടം വെച്ചു കൊടുക്കുകയാണ്. സൂര്യനേക്കാൾ പ്രകാശമാണ്, സൂര്യന്റെ പ്രകാശമെന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്, ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി. സൂര്യനേക്കാൾ പ്രകാശമാണ്. ചിന്തിച്ചു നോക്ക്, മഹ്ശറിൽ വന്ന് നിൽക്കാണ്, കൂരിരുട്ടാണ്. ഖബറിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത്? ഒന്നുമില്ല, ശരീരത്തിൽ 100 പോലും വസ്ത്രമില്ലാതെ അങ്ങോട്ട് പോവാ.
ഒന്നുമില്ലാതെ പോവാൻ. മഹ്ശറിലെത്തുന്ന ഈ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാഫിളീങ്ങളാകുന്ന മക്കൾ അവരുടെ തലയിലേക്ക് സ്വർണ്ണത്താലുള്ള കിരീടം കൊണ്ട് വയ്ക്കും. സ്വർണ്ണത്താലുള്ള വസ്ത്രം, പട്ടുവസ്ത്രം അവരെ ധരിപ്പിക്കും, മാതാപിതാക്കൾക്ക് ധരിപ്പിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹാഫിളീങ്ങളെ മക്കളെ ഹിഫ്ളിന് വേണ്ടി പറഞ്ഞു വിട്ട പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സന്തോഷിക്കണേ. ആ മാതാപിതാക്കളെ അല്ലാഹു മഹ്ശറിലേക്ക് വിളിക്കുകയാണ്. പാവപ്പെട്ട കൂലിപ്പണിക്കാരനായിരിക്കാം, പെയിന്റടിക്കാരനായിരിക്കാം, ഓട്ടോ ഡ്രൈവറായിരിക്കാം, അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അംബിയാ മുർസലുകൾ നിലകൊള്ളുന്ന, ഔലിയാക്കൾ നിലകൊള്ളുന്ന, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വഹാബത്തുകൾ നിലകൊള്ളുന്ന, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ നിലകൊള്ളുന്ന, അവിശ്വാസികളടക്കം നിലകൊള്ളുന്ന മഹ്ശറ, കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് മഹ്ശറ, കത്തിയാൾ നരകത്തെ മുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന മഹ്ശറ, അവിടെ ഇല്ലാത്തവരായ ഒരാളുമില്ല. ഇന്നുള്ളവരുണ്ട്, ഇന്നലകളിലുള്ളവരുണ്ട്, നാളെയും വരാനുള്ളവരുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ മഹ്ശറ, അവിടേക്ക് ഇതാ മാതാപിതാക്കളെ അല്ലാഹു വിളിക്കുകയാണ്. പാവപ്പെട്ട മനുഷ്യനാണ് അവൻ, കുറുകിയ മനുഷ്യനാണ്, പൊക്കമില്ല അവന് വലിയ താടിയില്ല, തലപ്പാവില്ല. പാവപ്പെട്ട കൃഷിക്കാരനാണ് അവൻ വേച്ച് റബ്ബിന്റെ സവിധത്തിലേക്ക് വരുകയാണ്. അല്ലാഹു എന്തിനു വേണ്ടിയാണ്? എല്ലാവരും നോക്കി നിൽക്കെ ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിലെ ഭക്ഷണം, സ്വർഗത്തിലെ പട്ടുവസ്ത്രം അല്ലാഹു ധരിപ്പിക്കുകയാണ്. സ്വർഗീയ പട്ടുവസ്ത്രം അല്ലാഹു അവർക്ക് ധരിപ്പിക്കും അത്രയെന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലോകത്ത് ഒരാൾക്കും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ധനികനാകുന്ന യൂസുഫ് അലി പോലും അത്തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടാവൂല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ധരിച്ചിട്ടുണ്ടാവൂല. ലോകത്ത് എത്ര വലിയ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുന്നവനായിരുന്നാലും അത്തരത്തിലുള്ള വില കൂടിയ വസ്ത്രം കണ്ടിട്ടുണ്ടാവൂല. വല്ലാത്ത വിലയാണ്, വില വർധനവാ. അങ്ങനെ വില കൂടിയ പട്ടുവസ്ത്രമാണ് ആ പാവപ്പെട്ടവരുടെ ശരീരത്തിലേക്ക്, തിളക്കമുള്ള വസ്ത്രമാണ്, ശോഭിതമായ വസ്ത്രമാണ്. അത് കണ്ടുകൊണ്ട് പാവപ്പെട്ട ഉപ്പയും ഉമ്മയും ചോദിക്കും അത്രേ, അല്ലാഹുവേ പടച്ച റബ്ബേ, എന്തിനാണ് ഞങ്ങളെ ഇത് ധരിപ്പിച്ചത് റബ്ബേ? ഞങ്ങൾ പാവപ്പെട്ടവരാണല്ലോ അല്ലാ, ഒരുപാട് അമലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് ആ പാവപ്പെട്ട ഉപ്പയും ഉമ്മയും റബ്ബിന്റെ മുന്നിൽ ചോദിക്കുമ്പോ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ അല്ലാഹു ഉടനെ മലക്കുകൾ മുഖേന മറുപടി കൊടുക്കുമത്രേ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ടാണ്, ഖുർആനിനെ മുറുകെ പിടിച്ചതുകൊണ്ടാണ്, രാപകലില്ലാതെ ഖുർആൻ ഓതിയവരല്ലയോ, മനസ്സിലേക്ക് കറകളില്ലാത്ത ഹൃദയമാക്കി ഖുർആനിന്റെ ഓത്തിലൂടെ അവർ മാറ്റിയില്ലയോ, മനസ്സിനെ ശുദ്ധീകരിച്ചവരല്ലയോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, സഹാബാ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ കറകളുണ്ട് സാബാ, മനുഷ്യന്റെ ഹൃദയത്തിൽ കറകളുണ്ട് സാബാ. ഹബീബായ നബി തങ്ങളോട് അനുയായികൾ ചോദിക്കുകയാണ്, ഇരുമ്പിനെ കറപറ്റിയാൽ അതിനെ വെളുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം, കറകൾ കറയാൻ ഞങ്ങൾക്കറിയാം. പക്ഷെ മനുഷ്യന്റെ ഹൃദയത്തിൽ കറപറ്റിയാൽ എങ്ങനെയാണെന്ന് സ്ഫുടം ചെയ്യുക നബി, എങ്ങനെയാണ് വെളുപ്പിക്കുക നബി പറഞ്ഞത്? അത് ഈ സദസ്സ് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചുള്ള സ്മരണയാണ്. രണ്ടാമത്തത് വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതലാണ്. അൽ-അസ്ർ ഹിഫ്ദുൽ ഖുർആനിന്റെ ഈ പ്രവിശാലമാക്കപ്പെട്ട സ്ഥാപനത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സദസ്സിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതും ഹൃദയം തെളിയാനുള്ള രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഒന്ന് മരണത്തെ കുറിച്ച്
ഓർക്കണേ. ഏത് സെക്കൻഡിലും എപ്പോഴും അസ്റായിൽ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള ചിന്ത. നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ നീ മരണത്തോടടുത്തിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വാക്യം മനസ്സിൽ മായാതെ മറയാതെ നിലകൊള്ളണേ. മരണത്തെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മനുഷ്യന്റെ ഹൃദയം നന്നാവുമത്രേ. രണ്ടാമത്തത് തിലാവത്തുൽ ഖുർആൻ. ഞാനും നിങ്ങളും ഖുർആൻ ഓതണേ, ഖുർആനിന്റെ വക്താക്കളാകണേ. ഹഫ്ളീകളാകുന്ന മക്കളെ, ഖുർആൻ കൈവടിയരുതേ. നിങ്ങളുടെ ജീവിതത്തിന്റെ കാറ്റലോഗാണ്, വഴികാട്ടിയാണ്. നാളെ മഹ്ശറിൽ നിങ്ങൾക്ക് രക്ഷയാണ്, ഖബറിൽ നിങ്ങൾക്ക് തുണയാണ്, എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് രക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയ, പാർപ്പിട സൗകര്യം നൽകിയ, നിങ്ങൾക്ക് ഈ 3 വർഷവും വേണ്ടുന്ന മുഴുവൻ സഹായങ്ങളും നൽകിയ ഉസ്താദുമാരെ മറക്കല്ലേ, ഈ നാട്ടുകാരെ മറക്കല്ലേ, ഈ സഹോദരങ്ങളെ മറക്കല്ലേ. മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഒരിക്കൽ പോലും അവർക്ക് ദുആ ചെയ്യാതെ നിലകൊള്ളരുതേ. എവിടെ പോയിരുന്നാലും, എത്ര വലിയ ആലിമീങ്ങളായിരുന്നാലും, എത്ര വലിയ സമുന്നതരായ മുദർരിസീങ്ങളായിരുന്നാലും, ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ മറന്നു പോകല്ലേ, മറന്നു പോകല്ലേ. ഈ നാട്ടുകാരെയും മറക്കല്ലേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. കാരണം നിങ്ങളുടെ ദുആയിന് വലിയ ഉത്തരമാണ്, നിങ്ങളുടെ ദുആയിന് വലിയ ഉത്തരമാണ്. വതിലാവത്തുൽ ഖുർആൻ. മനുഷ്യന്റെ ഹൃദയം തെളിയാനുള്ള രണ്ടാമത്തെ മാർഗം വിശുദ്ധ ഖുർആൻ ഓതലാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതണം. ഈ സദസ്സിൽ വന്നു വരുന്ന ഓരോരുത്തരും നിയ്യത്ത് വെക്കണം. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പേജെങ്കിലും, ഏറ്റവും കുറഞ്ഞത് എത്ര തിരക്കുള്ളവരായിരുന്നാലും ഓതുമെന്നൊരു നിയ്യത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്തില്ലേ? ഉറക്കെ പറയും. ഇനി കൈവെക്കുന്നവരെത്ര ഉണ്ട് നോക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തായാലും നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങും അല്ലേ? ഉറങ്ങാത്ത ദിവസം ഇല്ല. അപ്പൊ ആ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഒളു എടുത്തിട്ട്, ഒളുവോട് കൂടിയിട്ട് റാഹത്തായി ഒരു പേജെങ്കിലും ഖുർആൻ ഓതുന്ന ശീലം ഉണ്ടാവണം. ആ ഉറക്കത്തിലങ്ങ് മരണപ്പെട്ടാലും നല്ല ഈമാൻ അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു ശീലം, അതങ്ങനെ തുടർന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് സുബഹി നിസ്കരിച്ചിട്ട് ഒരു പേജ് ഓതുന്ന ശീലം കൊണ്ടുവരണം. അങ്ങനെ തർത്തീബ് ചെയ്ത് പേജിന്റെ എണ്ണം കൂട്ടുക, അതൊരു ജുസു ആക്കി മാറ്റുക. 1/4 ജുസു ആക്കി, അര ജുസു ആക്കി, 3/4 ആക്കി, 1 ജുസു ആക്കുക. അങ്ങനെ 1 ജുസു വെച്ച് നമ്മൾ ഓതിയായിരുന്നു. 30 ജുസു അല്ലേ? 30 ദിവസമല്ലേ ഒരു മാസം? ഒരു മാസം കൊണ്ടൊരു ഖത്തം ചെറിയ കാര്യമാണോ? ഇന്നലെ എനിക്ക് കരുനാഗപ്പള്ളി ജുമാ കഴിഞ്ഞ് ഞാൻ പോയത് വെങ്ങോല എന്ന് പറയുന്ന പെരുമ്പാവൂർ ദേശത്തുള്ളൊരു സ്ഥലത്താണ്. അവിടെ നൗഷാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വീട്ടിലായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന ഒരു ഉപ്പ, അദ്ദേഹത്തിന് 84 വയസ്സുണ്ട്. അദ്ദേഹം പറയുന്നു, ഉസ്താദേ, ഈ നൗഷാദിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയും മരണപ്പെട്ടതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉപ്പല്ലേ? ഞാൻ ഉമ്മാടെ ഉപ്പയാണ്. ഉമ്മയുടെ ഉപ്പയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു. ഉമ്മ ക്യാൻസർ മുഖേന മരണപ്പെട്ടു, ഉപ്പ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അള്ളാഹുരുടെ ദറജ ഉയർത്തട്ടെ, പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പം ഉമ്മയുടെ ഉപ്പയാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്. 84 വയസ്സുള്ള അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി ഒരു ഖത്ം ഓതിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഉസ്താദ് മകൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ചിന്തിക്കണം നമ്മൾ. ഞാനൊരു ഖത്ത് ഓതിയിട്ടുണ്ട്, എൻ്റെ മകൾക്ക് വേണ്ടി ദുആ ഇരക്കണേ. അള്ളാഹു നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും ഒക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ.